ഈ വർഷത്തെ ആദ്യ പാൻ ഇന്ത്യൻ ബോംബ് പ്രഭാസ് വകയാകുമെന്നാണ് തോന്നുന്നത്. ഇതുപോലൊരു ബോംബ് നിർമ്മിച്ചിട്ട് ഫുൾ കോൺഫിഡൻസിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ വന്നോളാൻ പറഞ്ഞ അഡ്രസ് കൊടുത്ത ഡയറക്ടർ അസാമാന്യ ധൈര്യം തന്നെ. തെലുങ്കന്മാർ കയറി മേഞ്ഞോ എന്തോ. എങ്ങനെ ഇതൊരു ഗുണ്ടാവും? റീസൺസ് നോക്കാം. കോമഡി ഹൊറർ ട്രാക്കാണ്. കോമഡി റൊമാൻസ് ഒക്കെയായി ഇറങ്ങി അഭിനയിക്കേണ്ടടുത്ത് ഇപ്പോഴത്തെ പ്രഭാസിൻ്റെ ഫേസ് കണ്ടീഷൻ ഒരു നടപടിയില്ല. കയ്യും കാലും വിരലുകളും അഭിനയിച്ചാൽ പോലും ഫേസ് അട്ടപടലം 3Gയാണ്. അപ്പോൾ ഫസ്റ്റ് ഐഡിയ വട്ടത്തി മൂഞ്ചി, സെക്കൻഡ് ഹൊറർ വിഭാഗം, നാലാംകിട VFXും മേക്കപ്പും വെച്ച് അത് നീളത്തി മൂഞ്ചിച്ചു. 3 ഫാമിലി ഓഡിയൻസ് അഥവാ കുട്ടികൾ, അവരെ പിടിക്കാമെന്ന് വെച്ചാൽ ഭോജ്പുരി മൂവി ഉള്ളു സീരീസ് ലെവൽ റൊമാൻസാണ് 3 നായികമാരെ വെച്ച് ചെയ്തു വെച്ചേക്കുന്നത്. ആക്ടിങ് അടുത്തുകൂടെ പോലും പോയിട്ടില്ലെങ്കിലും അറിയാവുന്ന പണി അവർ വൃത്തിയായി ചെയ്തു. അപ്പോൾ അതും ചതുർഭുജത്തിൽ കിട്ടി. പിന്നെ ഉള്ളത് നല്ലൊരു കഥ ഉണ്ട്. കഥ എന്നേ പറഞ്ഞുള്ളൂ. ത്രെഡ്. ഒരു ഫിഷാടകൻ രാജകുമാരിയെ മോഹിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്ത് ഒരു സാമ്രാജ്യം സ്വന്തമാക്കുന്നു. ബ്ലാക്ക് മാജിക് കൂടി ചേർത്ത ഒരു പ്രതികാരമാണ്. സ്ക്രിപ്റ്റൊക്കെ നന്നാക്കിയായിരുന്നെങ്കിൽ അരുന്ധതി ലെവലിൽ എടുക്കാമായിരുന്നൊരു സാധനം ചെയ്തേക്കുന്നത് അരൺമന ലെവലിലും. അതിൽ ഹൊററാണോ? അല്ല. അവിടെ സൈക്കോളജി, എക്സോസിസം, പിന്നെ ദൈവഭക്തി എല്ലാം കൂടി അവിയൽ വരുമ്പോൾ നാലാംകിട ജോക്സും റൊമാൻസും ബാലയ്യ ലെവൽ ഫൈറ്റ് സീൻസും ആകെപ്പാടെ നന്നായി അഭിനയിച്ചിരിക്കുന്നത് സഞ്ജയ് ദത്തും സറീന വഹാബുമാണ്. അതും കഥയിലേക്ക് വരുമ്പോൾ കോമഡി പീസാകും. പ്രഭാസ് നന്നായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ഫ്ലെക്സിബിലിറ്റി എവിടെയോ പോയി. തെലുങ്ക് മൂവിയായി മാത്രം ഇറക്കിയാൽ ചിലപ്പോൾ എന്തേലും ആകുമായിരുന്നിരിക്കാം. അവിടെയും പാൻ ഇന്ത്യൻ സ്റ്റാർഡം സമ്മതിക്കില്ലല്ലോ. കട്ടൻ ചായ തിളപ്പിച്ചാലും നാട് മുഴുവൻ വിറ്റല്ലേ പറ്റുള്ളൂ. ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. 1 മാസം തികയും മുന്നേ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇടും. വരാൻ പോകുന്ന സ്പിരിറ്റൊക്കെ പ്രഭാസിൻ്റെ സേഫ് സോൺ ആയതുകൊണ്ട് അങ്ങനെ പുല്ലുപോലെ തിരിച്ചു വരും. ആരാധകരെ വീട്ടിലേക്ക് വരാൻ വെല്ലുവിളിച്ച ഡയറക്ടറുടെ ഗതി എന്താകുമോ എന്തോ. നാടകത്തിൻ്റെ മേക്കപ്പ് ഇട്ട് സ്റ്റാർസിനെ നിർത്തിയിട്ട് എമ്മാതിരി കോൺഫിഡൻസ് ആണോ.